നമസ്കാരം. CMRL എക്സാലോജിക് സാമ്പത്തിക ക്രമക്കേടിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് MD-യുമായ ടി വീണയ്ക്ക് ഇനി നിയമപരമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം കുരുക്കുകൾ മുറുകുകയാണ്. കേസിലെ കണ്ടെത്തലുകൾ പുറത്തു വന്നതിന് പിന്നാലെ വീണയെ നേരിട്ട് ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഉടൻ തന്നെ വീണയ്ക്ക് ED സമൻസ് അയക്കും. പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിദേശ നാണ്യ വിനിമയ നിരോധന നിയമമായ FEMA പ്രകാരം വീണയ്ക്കെതിരെ മറ്റൊരു പുതിയ കേസ് കൂടി രജിസ്റ്റർ ചെയ്യാനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. മെയ് 27-ന് വീണയുടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ED നടത്തിയ പരിശോധനയിലാണ് ഈ കേസിന്റെ ഗതി മാറ്റിയ ഡയറി പിടിച്ചെടുക്കുന്നത്. ഡയറിയിൽ നിന്ന് ദുബായിലേക്ക് 85 ലക്ഷം രൂപ, അതായത് 3.49 ലക്ഷം ദിർഹം കൈമാറിയതിന്റെ തെളിവുകൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 20 കോടിയോളം രൂപയുടെ മറ്റു വലിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും ഈ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിദേശ പണമിടപാടുകളിൽ വലിയ ദുരൂഹതയുണ്ടെന്നും പണം ആർക്കു വേണ്ടിയാണ് കൈമാറിയതെന്നും കണ്ടെത്തുന്നതിനാണ് ED പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. പരിശോധനകൾക്കിടയിൽ ED പിടിച്ചെടുത്ത വീണയുടെ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് മറ്റൊരാളുടെ പേരിലുള്ള സിം കാർഡിന്റെ ഫോട്ടോ കണ്ടെത്തിയതാണ് കേസിൽ കൂടുതൽ നിർണായകമായത്. അന്വേഷണ ഏജൻസികളുടെ കണ്ണുപെട്ടിച്ച് ഇന്റർനെറ്റ് കോളുകൾ ചെയ്യാനാണ് ഈ സിം കാർഡ് ഉപയോഗിച്ചതെന്ന് ED കരുതുന്നു. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തും DYFI നേതാവുമായ നന്ദുലാലാണ് ഈ ഒരു സിം എടുത്ത് നൽകിയതെന്ന് ED കണ്ടെത്തിയിട്ടുമുണ്ട്. മുഹമ്മദ് റിയാസ് വീണയും പറഞ്ഞതനുസരിച്ചാണ് സിം നൽകിയതെന്നും ഇത് എന്തിനാണ് ഉപയോഗിച്ചതെന്ന് തനിക്ക് അറിയില്ലെന്നുമാണ് നന്ദുലാൽ EDക്ക് മൊഴി നൽകിയിട്ടുള്ളത്. ഒരു പാർട്ടി പ്രവർത്തകന്റെ പേരിലുള്ള സിം ഉപയോഗിച്ച് രഹസ്യ ഇന്റർനെറ്റ് കോളുകൾ നടത്തിയത് സാമ്പത്തിക ഗൂഢാലോചനയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നുണ്ട്. ഇതിനു പുറമെ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ 2021-ലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഫണ്ടിലേക്കും ED അന്വേഷണം വ്യാപിപ്പിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പരസ്യ കമ്പനിക്ക് വീണ പണം കൈമാറിയിരുന്നു. CMRL നിന്ന് ലഭിച്ച അഴിമതി പണമാണോ ഈ കമ്പനിക്ക് നൽകിയത് എന്നതിലാണ് ED വ്യക്തത വരുത്തുന്നത്. എന്നാൽ ഈ അന്വേഷണം കേവലം ഒരു വ്യക്തിയിലോ കമ്പനിയിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. പുറത്തുവരുന്ന വലിയ സൂചനകൾ പ്രകാരം ഈ മുഴുവൻ കള്ളപ്പണ ഇടപാടുകളുടെയും ഹവാല ശൃംഖലയുടെയും കേന്ദ്ര ബിന്ദുവായി ഫാരീസ് അബൂബക്കറിലേക്ക് വിരൽ ചൂണ്ടുന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. പിണറായി വിജയൻ, റിയാസ് എന്നിവരുമായി ഫാരീസ് അബൂബക്കറിന്റെ ബന്ധങ്ങളെക്കുറിച്ച് മുൻപ് VS അച്യുതാനന്ദനും പിന്നീട് സ്വപ്ന സുരേഷും PC ജോർജും അടക്കമുള്ളവർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. റിയാസ് ഫാരീസ് അബൂബക്കറിന്റെ ബന്ധുവാണെന്ന പശ്ചാത്തലത്തിൽ ഇരുവരുടെയും സ്വദേശമായ കോഴിക്കോട് ഇപ്പോൾ അന്വേഷണത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുന്നത് യാദൃശ്ചികമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് നിരവധി കേന്ദ്രങ്ങളിൽ ED നടത്തിയ മിന്നൽ റെയ്ഡുകളും ചോദ്യം ചെയ്യലുകളും അവിടെ പ്രവർത്തിക്കുന്ന അജ്ഞാത സാമ്പത്തിക ശൃംഖലകളിലേക്ക് വെളിച്ചം വീശുന്നതാണ്. അഴിമതി പണം ഹവാലയിലൂടെയോ മറ്റ് അനധികൃത മാർഗങ്ങളിലൂടെയോ വിദേശത്തേക്ക് കടത്തി വെളുപ്പിച്ചെടുക്കാൻ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ഏജന്റുമാർ സഹായിച്ചിട്ടുണ്ടോ എന്നത് അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ ഘടകമാണ്. ഫാരീസിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഇനിയും പരസ്യമായിട്ടില്ലെങ്കിലും ഇടപാടുകളുടെ സ്വഭാവവും പണത്തിന്റെ സഞ്ചാരപഥവും ഒക്കെ പരിശോധിക്കുമ്പോൾ ഈ മുഴുവൻ നെറ്റ്വർക്കിനും പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ മൈൻഡ് ഫാരീസ് അബൂബക്കർ ആണോ എന്ന ചോദ്യം ഒഴിവാക്കാനാകില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം ഉന്നതരിലേക്ക് എത്തുന്നതിൽ ഭയക്കാതെ പണത്തിന്റെ അന്തിമ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ EDക്ക് കഴിയേണ്ടതുണ്ട്.